തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കേരളം കടക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരു പേരാണ് മനാഫ്. ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞാലാണ് ആളുകൾക്ക് മനസ്സിലാവുക. തെരഞ്ഞെടുപ്പൊക്കെ എത്തുന്നു, ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നു. താങ്കളുടെ പേര് വെച്ച് പലയിടങ്ങളിലും പ്രചാരണമുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? ഇപ്പം അതിനെ പറ്റിയിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടില്ല. സമയമാകുമ്പോൾ എല്ലാവരും അറിയും. അല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണയുണ്ടോ അതോ എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ കാര്യങ്ങൾ പല ആളുകളും എന്നെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പുറലോകത്തോട് പറയാമെന്ന് വിചാരിക്കാം. ഈ ലീഗുമായി ചില ചർച്ചകളൊക്കെ അർത്ഥങ്ങൾ പാണക്കാടൊക്കെ പോയെന്നുള്ള ചില വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ലീഗ് അല്ല, അതൊരു സ്വാഭാവികമായിട്ടുള്ള സന്ദർശനം. അതിലുപരി വേറെ ഒന്നുമില്ല. ചില ആളുകൾ പറയുന്നുണ്ട് മുഹമ്മദ് റിയാസായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലും പറയണ കേൾക്കുന്നുണ്ട്. പലരും വിളിക്കുന്നുണ്ട്. പക്ഷെ അത് ഒന്നും ഇപ്പം പറയാനായിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പൊതുവേദിയിൽ പറയും. അല്ല, മത്സരിക്കാൻ സാധ്യതയുണ്ട്, അത് തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നാടിൻ്റെ ഏറ്റവും വലിയൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു നല്ലൊരു നേതാവിൻ്റെ അപര്യാപ്തത ഇവിടെ ഈ നാട്ടിലുണ്ട്. നിങ്ങളിപ്പം തന്നെ പല എബ്സിൻ ഫയൽസ് ആയിക്കോട്ടെ, പല ലോകോത്തര നേതാക്കൾ പോലും അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് പൊതുജനങ്ങൾ ഇപ്പോൾ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ പല കപട മുഖങ്ങളും നമ്മളെ ഈ രാഷ്ട്രീയത്തിലുണ്ട്. അതിനൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. നല്ലൊരു നേതൃത്വ നിര ഉണ്ടാവണം, യുവാക്കൾക്ക് പ്രാധാന്യം ഉണ്ടാവണം. അത് ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഇലക്ഷനിൽ ഞാൻ മത്സരിക്കണോ വേണ്ടേ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ നാടിന് ഗുണം ചെയ്യുക, ആരോഗ്യമുള്ള നല്ല യുവത്വമുള്ള ഒരു നേതൃത്വ നിര ഉയർന്നു വരേണ്ടതുണ്ട്. ഇന്ന് വേറൊരു സന്തോഷമുള്ള ദിവസം കൂടെ അല്ലേ? അർജുൻ്റെ സഹോദരിയുടെ വിവാഹമാണ്. ഞാനും അറിഞ്ഞ് സന്തോഷം. നമ്മളെല്ലാ പ്രാർത്ഥനകളിലും ആ കുടുംബം, ആ കുട്ടിയുണ്ടാവും. അവർക്ക് ഞാൻ എല്ലാ നന്മകളും നേരുകയാണ്. തീർച്ചയായിട്ടും അവർക്കൊരു വലിയൊരു ദുഃഖത്തിൻ്റെ ഇടയിലൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നോ? ക്ഷണിച്ചിട്ടില്ല, ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും തിരക്ക് കാരണം. പക്ഷേ ഏതായാലും പല ആളുകളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള അറിഞ്ഞ് സന്തോഷം. എല്ലാ ആശംസകളും നേരുകയാണ്. ഒരുപാട് ഉയരത്തിലെത്തട്ടെ ആ ഫാമിലി. ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ച ഫാമിലിയാണ്. സങ്കടങ്ങളുടെ മാത്രം ഒരു ലോകത്ത് നിന്നാൽ പോരാലോ, കുറേയൊക്കെ സന്തോഷങ്ങളുള്ള ഒരു ചുറ്റുപാടുണ്ടാവണമല്ലോ. അതുകൊണ്ട് ഇന്ത്യ കുടുംബത്തിൻ്റെ എല്ലാ ആശംസകളും നേരുക. ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർ വിളിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതെ അതെ അതെ, വിളിക്കുന്നുണ്ട്. കുഴപ്പമുള്ള കേസല്ല. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ദിവസമാണ്. അവർക്ക് വിട്ടുപോയതായിരിക്കും. ഏതായാലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ മൊത്തം കുടുംബം ഓരോ സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ തന്നെ ഉണ്ട്. ഒരു ആശയക്കുഴപ്പം വന്നായിരിക്കും അല്ലേ? നേരത്തെ ഇത് കഴിയാറായപ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവർക്ക് അല്ലേ? ചില തെറ്റിദ്ധാരണകളും ഉണ്ടായി പരസ്പരം. ഉണ്ടായിനി, അതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്തതാണ്. പിന്നീട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ അർജുൻ എന്നുള്ള ഒരു പേര് പോലും മറ്റൊരു സ്ഥലത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ചെയ്ത ഒരുപാട് നന്മകളിൽ ഒരു നന്മ അത്രേ ആ വിഷയത്തെ കാണുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ കയ്യിൻ്റെ പരമാവധി ശ്രമം നമ്മൾ ശ്രമിച്ച് അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ചെയ്യാവുന്ന പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തിപരമായ ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും നഷ്ടങ്ങളില്ലാതെ നിൽക്കില്ലല്ലോ. ഒരു വലിയൊരു ദുരന്തം, അതിനൊരുപാട് ചെലവുകൾ ഉണ്ടായതാണ്. അതൊക്കെ റിക്കവറി ചെയ്ത് വരുന്നുള്ളൂ. കച്ചവടം താറുമാറായി. ജീവിതം എല്ലാ രൂപത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. പക്ഷെ സന്തോഷമുണ്ട്. നമ്മൾ ആ വിഷയത്തിൽ സത്യസന്ധമായി ദൈവത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മിന്നുകെട്ട് സ്ഥലത്ത് പോകാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായില്ല? ഇല്ല, നമ്മളെല്ലാവരും മെയിനായിട്ട് എന്താ പറയുക, ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥിക്കുക എന്നുള്ളതാണല്ലോ വേണ്ടിയത്. ആ വധൂവരന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. അതിപ്പോൾ അവിടെ ആ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ കുടുംബത്തിൻ്റെ മൊത്തം പ്രാർത്ഥന അവർക്ക് എപ്പോഴും ഉണ്ടാവും. എന്തായാലും ഇതാണ് പറയുന്നത്. തിരക്ക് കാരണം വിട്ടുപോയതാവാം എന്നാണ് കരുതുന്നത്. വലിയ വ്യക്തിപരമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ ആ കുടുംബത്തിന് വലിയ നന്മകൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് മനാഫ് പറയുന്നത്.